ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാൻ എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. മാർക്കറ്റ് ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് 26,000 ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീക്കെൻഡ് സമയത്ത് ഒരു വെള്ളിയാഴ്ചയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടത്. യു എസും ഇന്ത്യയും അല്ലെങ്കിൽ യു എസും ചൈനയായിട്ടോ ഒന്നും തന്നെ കോൺക്രീറ്റ് ആയിട്ട് ഫൈനലായിട്ടുള്ളൊരു തീരുമാനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. തീരുമാനങ്ങൾ ഇപ്പോഴും പേപ്പറിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിയർ മാർക്കറ്റിൽ വിസിബിളായിരുന്നു. ഈ ആഴ്ചയിൽ നമുക്ക് ബുധനാഴ്ച മാർക്കറ്റ് അവധിയാണ്, ഗുരുനായക് ജയന്തി ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസെക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക, കാരണം ഒരു ദിവസം കൂടി മാർക്കറ്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഡി കെ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ടാവാം. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നമുക്ക് പൊസിഷൻസ് എല്ലാം തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ വ്യാഴാഴ്ചയാണ് നമുക്ക് ഫർദറായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസ് മാർക്കറ്റുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് കിട്ടിയത്. ഏറ്റവും താഴെ കാണാം ഡോയും നാസ്ഡാക്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും റെഡിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഫ്ലാറ്റായ രീതിയിലാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഡോ ഫ്യൂച്ചർ ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് പ്ലസ്സിലാണ്. ബിറ്റ്കോയിൻ 200 പോയിൻറ്റ് പ്ലസ്സിലാണ്. ബ്രന്റ് ഓയിൽ 65, ഗോൾഡ് $27 പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഗോൾഡ് ചൈന ഗോൾഡിൻ്റെ ഇറക്കുമതി നിയന്ത്രണങ്ങളിൽ കുറയ്ക്കും എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു. അത് ഗോൾഡിൻ്റെ പ്രൈസ് കുറച്ചേക്കാം എന്നുള്ള ന്യൂസും അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. അത് നമ്മൾ ഇന്നലെ വൈകിട്ട് സൺഡേ ലൈവിൽ നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷേ സൺഡേ ലൈവ് വീഡിയോ യൂട്യൂബിലേക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ എറർ സംഭവിച്ചു. പക്ഷേ ഇന്നലെ സൺഡേ ലൈവ് ഗംഭീരമായിട്ട് നടന്നു. ഏകദേശം ഒരു 4,000 പേര് ആണ് സൺഡേ ലൈവിൽ പങ്കെടുത്തത്. അപ്പോൾ അടുത്ത സൺഡേ നമുക്ക് സൺഡേ ലൈവ് ചെയ്യാം. ആ സൺഡേ ലൈവിൻ്റെ സോഴ്സ് ഫയല് മിസ്സിങ് ആയിപ്പോയി. അതില്ലെങ്കിൽ യൂട്യൂബിൽ എനിക്കത് പോസ്റ്റ് ചെയ്യാമായിരുന്നു. എനിവേ നമുക്ക് ഇനി അത് അങ്ങനത്തെ ഒരു ടെക്നിക്കൽ എറർ ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കാം. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. BPCL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 168% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിവിഡൻഡ് $7.50 പ്രഖ്യാപിച്ചു. CDSL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13% ഇയർ ഓൺ ഇയറിൽ കുറവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. 162 കോടി രൂപയിൽ നിന്ന് 140 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 21% ഇയർ ഓൺ ഇയറിൽ കുറവുണ്ടായി. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇവരുടെ CEO മിസ്റ്റർ രാജീവ് യാദവ് റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. സ്കാഫേഴ്സ് ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 22% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പതഞ്ജലി ഫുഡ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 67% ഇയർ ഓൺ ഇയറിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ് നെറ്റ് പ്രോഫിറ്റ് 6.5% ഇയർ ഓൺ ഇയറിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിറ്റാഗ്രാഹ് റെയിൽ കമ്പനിക്ക് 2,481 കോടി രൂപയുടെ ഓർഡർ MMRDCന്ന് ലഭിച്ചു. സെൻ ടെക്നോളജി കമ്പനി പുതിയ 2 ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൽ നിന്ന്. മെഡ് പ്ലസ് ഹെൽത്ത് സർവീസ് കമ്പനി 43% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. NCC കമ്പനി പുതിയ ഓർഡർ ലഭിച്ചു. 1,663 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനിക്ക് 1,900 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഫോണിക്സ് മിൽസ് കമ്പനി 39% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്റ്റ് കമ്പനി ഇവർ 285 കോടി രൂപയുടെ ഓർഡർ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൽ നിന്ന് ലഭിച്ചു. ടാറ്റ കെമിക്കൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 60% ഇയർ ഓൺ ഇയറിൻ്റെ ഡിക്ലൈൻ, അതായത് കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. JK സിമെൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 27% ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ന്യൂസുകൾ. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ നിന്ന് ഈ ഒരാഴ്ച വലിയ ഈവൻറ്റുകളൊന്നും തന്നെ ഇല്ല. ഇന്ത്യയിലും അതുപോലെ ഒരു ദിവസം മാർക്കറ്റ് അവധി. മാർക്കറ്റ് ഗോൾഡിലാണ് ഒരു ന്യൂസ് ഉള്ളത്. നേരത്തെ കണ്ട പോലെ തന്നെ ചൈന ഗോൾഡിൻ്റെ ഇറക്കുമതി നികുതി കുറച്ചിട്ടുണ്ട്. അത് ഗോൾഡിൻ്റെ വിലയിൽ കുറവുണ്ടായേക്കാമെന്നുള്ള ഒരു പഠനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഗ്ലോബലി ഉള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ്. മറ്റുള്ള താരിഫും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് പ്രത്യേകിച്ച് ചർച്ചകൾ ഇനി ഇല്ല. കാരണം മലേഷ്യയിൽ വെച്ചായിരുന്നു മേജർ മീറ്റിംഗ്.
അപ്പോൾ അത് തീരുമാനമായില്ല എന്നുള്ളൂ. പക്ഷേ മേജർ ആ പ്രധാന തീരുമാനത്തിലേക്ക് വഴി തെളിയിക്കുന്ന പല ഉപതീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് എത്താം. താങ്ക് യു.